ചോതി, പുണർദം, ആയില്യം, തിരുവാതിര, ഭരണി, അവിട്ടം. ഈ 6 നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ? അല്ലെങ്കിൽ ഈ 6 നക്ഷത്രത്തിലാണോ നിങ്ങൾ ജനിച്ചിട്ടുള്ളത്? എങ്കിൽ അത് അതീവ ശുഭപ്രദമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഒരു ഗൃഹത്തിലുണ്ടെങ്കിൽ അവർ ആ ഗൃഹത്തിന്റെ ഐശ്വര്യമായി തീരുന്നതാണ്. ഒരു ഗൃഹത്തിലെ ദുരിതത്തെയും പ്രശ്നത്തെയും തടുക്കുവാനും ഭാഗ്യത്തെ ആകർഷിക്കുവാനുമുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. കുടുംബ അംഗങ്ങളെ ആപത്തുകളിൽ നിന്ന് പ്രതിരോധിക്കുവാനും അപകടങ്ങളിൽ ഒരു താങ്ങായി വർത്തിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സൂപ്പർ ഡീലക്സ് റൂമിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു. അതേ ഹോസ്പിറ്റലിൽ അതേ സമയം അതേ നക്ഷത്രത്തിൽ ജനറൽ വാർഡിൽ താമസിക്കുന്ന ഒരു സാധാരണ സാമ്പത്തികമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരന് കുഞ്ഞുണ്ടാകുന്നു. രണ്ടും ഒരേ ഹോസ്പിറ്റൽ, രണ്ടും ഒരേ നക്ഷത്രം, ഒരേ സമയം. എങ്കിൽ പോലും ഈ 2 കുഞ്ഞുങ്ങളുടെയും ജീവിതശൈലിയും ജീവിത നിലവാരവും വ്യത്യസ്തമാകാനാണ് സാധ്യത. ഒരാളുടെ കുടുംബ പശ്ചാത്തലം, അയാളുടെ രക്ഷകർത്താക്കളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക ചുറ്റുപാട്, വളർന്നു വന്ന രീതി, ലഭിച്ച വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, എല്ലാത്തിലും ഉപരി അയാൾക്കുള്ള കഴിവുകൾ, ചിന്തയുടെയും പ്രവൃത്തിയുടെയും നിലവാരം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ നിശ്ചയിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ ഭാഗ്യം കൊണ്ടുതരും, വീട്ടിലെ പ്രശ്നങ്ങൾ മാറുമെന്നൊക്കെ പറയുന്നത്. ഈ വീഡിയോയിൽ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് ഈ ക്വാളിറ്റിയൊക്കെ ഉള്ളത്. ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്കുള്ളവർക്കൊന്നും ഇത്രയും ക്വാളിറ്റി ഇല്ല. അവരുടെ ഒന്നും ജീവിതം ഇത്രത്തോളം മെച്ചപ്പെടാനുള്ള സാധ്യതയില്ല. ഒരാൾ വിശ്വസിക്കാനുള്ളത് സ്വന്തം കഴിവുകളിലും പ്രവൃത്തികളിലുമാണ്. അല്ലാതെ ആ നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട് ഭാഗ്യം കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിരുന്ന ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാനേ പറ്റും. ഈ ആകാശത്തുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രത്തിനൊന്നും നമ്മളെ നോക്കിയിരിക്കലല്ലെന്നേ പരിപാടി. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, അവരതിനകത്ത് ബിസിയാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി അധ്വാനിച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് കൊള്ളാം. പിന്നെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ആണ് നിങ്ങളുടെ നക്ഷത്രമെങ്കിൽ നിങ്ങളുടെ അനുഭവം കൂടിയിട്ടൊന്ന് പറയണേ. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയാമല്ലോ.